നിങ്ങളുടെ പ്രണയ ജീവിതത്തിലേക്ക് എന്ത് അനുഗ്രഹങ്ങളാണ്, മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവര് നിങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. നിങ്ങളോട് അവര് ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും അവരോട് അവര് നിങ്ങളോട് എന്താണ് അപ്പോളജൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സിംഗിൾസ് ആണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ നിങ്ങൾ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരികെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും, ഒരു ആക്ഷൻ എടുക്കുന്നതായിരിക്കും. യെസ്, കാരണം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ കൈവിടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളും അവരും ഒരുമിച്ച് ചേർന്ന് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, ഇപ്പോ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനായിട്ടുള്ളൊരു അവസരമാണ് ഈ സെപ്പറേഷൻ ടൈം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ രണ്ടുപേരും അത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഒരുമിച്ച് ചേരേണ്ട ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം എത്തിച്ചേർന്നിരിക്കുകയാണ്. മേ ബി നിങ്ങൾ തമ്മിൽ സ്പിരിച്വൽ കണക്ഷൻ വളരെ കൂടുതലുള്ള വ്യക്തികളാണ്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളെ പരസ്പരം നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാനായിട്ടുള്ളൊരു സെപ്പറേഷൻ ആണിതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പരസ്പരം നിങ്ങളെ അറിയാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് ഈ ഒരു സെപ്പറേഷനെ നിങ്ങൾ കണക്കാക്കുക. വളരെ ക്ഷമയോടുകൂടി തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. എത്രമാത്രം അകലത്തിലാണ് ആ വ്യക്തി എങ്കിലും ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പിന് അവസാനമായിട്ടിരിക്കുകയാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളായിട്ട് കാണുന്നത്. അത്രയധികമുള്ള ആ ഒരു സീക്രട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയധികം ആഴത്തിലുള്ള ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ആണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത്. മേ ബി അത് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് അത്രമാത്രം ആഗ്രഹമുണ്ട് നിങ്ങളെ നേരിട്ട് കാണാനും നിങ്ങളോട് ഒരുമിച്ച് ചേരാനും. അവർ അത്രയധികം ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണിത്. യെസ്, നിങ്ങൾ ഇത്രയും നാളും ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്നേഹം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഇതാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു സമയത്ത് ലഭിക്കുന്ന അനുഗ്രഹമായിട്ട് കാണുന്നത്. കാരണം നിങ്ങൾ അർഹിക്കുന്നു, ആ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് സ്നേഹം ആ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തിരിച്ച് പ്രതീക്ഷിക്കാതെ അത്രയും സ്നേഹം ആ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ളതിനേക്കാളേറെ സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹം ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സ്നേഹത്തിന് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്നേഹം നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുതരുന്നു. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആ സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ള ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഓക്കെ, യെസ്, അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവാം. മേ ബി റെയിൻബോസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടായിരിക്കാം, വൈറ്റ് ഫെതേഴ്സ് ആയിട്ടായിരിക്കാം. ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ട്. റിപ്പീറ്റ് ആയിട്ട് യൂണിവേഴ്സൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ സയൻസ് എല്ലാം നിങ്ങൾക്ക് തരുന്ന സയൻസ് ആണ്. അല്ലെങ്കിൽ ആ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക. അത്രയധികം മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. അത്രയധികം ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ മറക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾ അത്രയധികം ആ ഒരു ബ്ലെസ്സിങ്ങിന് നിങ്ങൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഒരു ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒത്തിരി പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്. പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ എന്നായിരുന്നാലും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ട വ്യക്തികൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഐ എം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ. അവരുടെ ലൈഫിൽ അവരൊരുപാട് സ്റ്റക്ക് സിറ്റുവേഷനിലാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു സോളിഡ് റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. ആൻഡ് ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ. അവരുടെ ജീവിത പങ്കാളിയായിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നതും. ഐ റിഗ്രറ്റ്. ഓക്കെ. അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ, അവർ ചെയ്തു പോയ തെറ്റുകളിൽ അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഐ നോ യു മിസ് മീ. ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. ഓക്കെ. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു തരത്തിലുള്ള കംപ്ലീഷൻ ഇല്ല. അവരത്രമാത്രം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവര് അത്രയും മിസ് ചെയ്യുന്നുണ്ട് എന്നവര് മനസ്സിലാക്കുന്നു. ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ, ആ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളിലേക്ക് തിരികെ എത്തും എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ആൻഡ് ഐ എം സോറി ഫോർ നോട്ട് വിഷിംഗ് യു എ സ്പെഷ്യൽ ഡേ. ഓക്കെ. മേ ബി അവർ നിങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേയിൽ നിങ്ങളെ വിഷ് ചെയ്തിട്ടില്ല. അതിനവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ബർത്ത്ഡേക്ക് ചിലപ്പോൾ അവർ നിങ്ങളെ വിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അതിനെല്ലാം അവർ നിങ്ങളോട് സോറി പറയുന്നുണ്ട്. ഓക്കെ. When I met you, my life completely changed. I don't wish to lose you. ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ചേർന്ന സമയത്താണ് അവരുടെ ലൈഫിന് ഒരുപാട് ചേഞ്ച്, അല്ലെങ്കിൽ മേ ബി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം അവരുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടമായി പോവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ്. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് ഹോൾഡ് യു ബാക്ക്. ഓക്കെ. ഒരിക്കലും നിങ്ങൾ പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു മെസ്സേജാണ് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങൾ റിലീസ് ചെയ്യുക. ഓക്കെ. ലുക്ക് അറ്റ് യുവർ ലുക്ക് അറ്റ് ദി ബിഗ്ഗർ പിക്ചർ. ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച്, ആ വലുതായിട്ട് വരുന്നൊരു ചേഞ്ചാണ് നിങ്ങൾ നോക്കി കാണേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം ചെറുതായി പോയി എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു എന്താണ് നിങ്ങളുടെ റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ സിംപ്ലി യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ്. ഓക്കെ.